നേമത്തേക്ക് പോകാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യം തന്നെയാണ് നേമം ശ്രദ്ധാകേന്ദ്രമാകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി MS വീണയുമായി രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുകയാണ്. താൻ നേമത്ത് എവിടെ ചെന്നാലും അവിടെ വലിയ തോതിലുള്ള അനാസ്ഥ കാണുന്നു, വികസന മുരടിപ്പ് കാണുന്നു. അതിനാൽ വികസനം മാത്രം ചർച്ച ചെയ്തുകൊണ്ടാണ് നേമത്ത് താൻ ആളുകളുമായി സംവദിക്കുന്നത് എന്നാണ് ജനം TVയോട് സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലെ പ്രചാരണം ശക്തമായി പുരോഗമിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് BJP സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ നേമം മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ജി, അങ്ങനെ മത്സരം ആ ഒരു അവസാനഘട്ട പ്രചരണം തകൃതിയായി പോവുകയാണ്. എങ്ങനെയാണ് ഇപ്പൊ കീ വോട്ടേഴ്സിനെ കാണുകയാണല്ലോ? അല്ല, അത് കീ വോട്ടേഴ്സിന് ആദ്യം മുതൽ ഞാൻ കാണുകയാണ്. എല്ലാവരും പോയി കാണാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഈ ഇലക്ഷൻ സമയം കുറഞ്ഞൊരു സമയമല്ലേ, 9-ാം തീയതിയാണല്ലോ ഇലക്ഷൻ. അപ്പോൾ മാക്സിമം ആൾക്കാരെ പോയി കാണുക, അത് കൂട്ടായ്മയിലേക്ക് കാണുക. എന്നിട്ട് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു അവസരം ചോദിക്കുമ്പോൾ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഒരു മാറ്റം വേണം, മാറ്റം വന്നില്ലെങ്കിൽ ആ ഒരേ പഴയ രീതി കണ്ടിന്യൂ ചെയ്യും, തുടരും എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ വികസിത നിയമത്തിന് വേണ്ടി ഒരു മാർഗരേഖ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഞാൻ ഒരു MLA ആയാൽ ഇതെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നൊരു ഒരു ഉറപ്പ്, ഒരു കോൺഫിഡൻസും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പുകൾക്കും ഒപ്പം തന്നെ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ ഇരട്ടി ആത്മവിശ്വാസം പങ്കിടുന്ന ഒരു സാഹചര്യം. അതെ, നോക്കൂ, പ്രധാനമന്ത്രി വരുമ്പോൾ അതൊരു വലിയൊരു മെസ്സേജ് അല്ലേ. പ്രധാനമന്ത്രി വന്ന് ഇവിടുത്തെ കാൻഡിഡേറ്റ്സിന് പിന്തുണ കൊടുക്കുന്നു. അദ്ദേഹം പാലക്കാട് പോയി, അതിന് മുമ്പ് കൊച്ചി പോയി. അവിടെ എല്ലാം നല്ലൊരു അന്തരീക്ഷം. പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന് വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ അവിടെ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഇതുവരെ നടക്കാത്ത കാര്യങ്ങളും ഇതുവരെ പരിഹരിക്കാത്ത പ്രശ്നങ്ങളെല്ലാം നരേന്ദ്രമോദിജി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം വരുമ്പോൾ അതിന്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് അങ്ങനെ ഒരു ഗുണം എല്ലാവർക്കും കിട്ടും. പിന്നെ സ്ഥാനാർത്ഥിയായ ഞങ്ങൾക്കെല്ലാം പ്രൈം മിനിസ്റ്റർ ഒന്ന് ഞങ്ങൾക്കൊരു പ്രോത്സാഹിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കൂടുതൽ ആത്മവിശ്വാസം, പിന്നെ പ്രവർത്തകർക്കും ഒരു ആത്മവിശ്വാസം. അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളിൽ നിന്ന് സമയമെടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ല പ്രോഗ്രാം ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിയമമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലാണെങ്കിൽ പോലും ഗ്രാമപ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടൊരിടമാണ്. ജനങ്ങൾ പല വികസന കാര്യങ്ങൾ ഉന്നയിക്കുന്നില്ലേ? എനിക്ക് തന്നെ കാണുമ്പോൾ വളരെ സങ്കടമാണ്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഒരു MLA, ഒരു MP ആയാൽ ഒരു കടുമയും ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനും. പക്ഷെ എവിടെ പോയാലും നേമത്ത് ഒരു കുറ്റകരമായ അനാസ്ഥയാണ് കാണുന്നത്. ഇന്ന് രാവിലെ ഞാൻ പാങ്ങോട് വിവേകാനന്ദ നഗറിൽ പോയി. അവിടെ എന്താ സ്ഥിതി? പിന്നെ MSK നഗർ, അങ്ങനെ എത്രയോ സ്ഥലത്ത് പോകുമ്പോൾ ഒരു വ്യത്യാസം, ഒരു മാറ്റം വന്നിട്ടില്ല. നിയമം 30 കൊല്ലം 20 കൊല്ലം മുമ്പേ എങ്ങനെയായിരുന്നു, ഒരു 50% 60% നിയമം അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഈ MLA 3-ാം തവണ 4-ാം തവണ ഒരു അവസരം ചോദിക്കുമ്പോൾ അത് എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്? എൻ്റെ മനസ്സിലൊരു സംശയം. കാരണം ഞങ്ങളെല്ലാം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരാണ്. ഒരു അവസരം കിട്ടിയാൽ 5 കൊല്ലത്തിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം, ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്തോ നടക്കുന്നുണ്ട്. എന്തെല്ലാം പറഞ്ഞ് വിവാദങ്ങളും പറഞ്ഞ് എന്നിട്ട് 10 കൊല്ലം 15 കൊല്ലമായ MLA ഇന്നും ഒരു ഡമ്മി കാൻഡിഡേറ്റ് കൊണ്ടുവരുന്നു. ഇന്നും ഓരോരോ തന്ത്രങ്ങൾ, ഒരു ചീപ്പ് തന്ത്രങ്ങൾ, SDPI പോയി കാല് പിടിക്കുന്നു. ഇങ്ങനെയാണോ ജയിക്കേണ്ടത്? ധൈര്യം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്തു, അതിന്റെ ബേസിസിൽ പോയൊരു മാൻഡേറ്റ് ചോദിക്കണ്ടേ? അതൊന്നും ചെയ്യാണ്ട് SDPI കാല് പിടിക്കുക, ഒരു ഡമ്മി കാൻഡിഡേറ്റിനെ വെക്കുക, പിന്നെ ലേബർ മിനിസ്റ്ററിന് ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷൻ കയറ്റുക. ഇത് എന്താണ് മെസ്സേജ്? ഇതാണോ ഡെമോക്രസി? ഇതല്ല ഡെമോക്രസി. ഇതിൽ മാറ്റം വരണം. ഈ മാറ്റമാണ് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത്, നിയമത്തിൽ മാത്രമല്ല കേരളത്തിലും.
ജനങ്ങൾ വികസനങ്ങൾ വേണമെന്ന് ചില കാര്യങ്ങൾ ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങൾ എടുത്ത് പറയുന്നുണ്ടോ? എത്രയോ ഞാൻ ലിസ്റ്റ് കാണിച്ചു തന്നാൽ അന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇവിടെ ഡെമോക്രസി ഫെയിൽ ആയിട്ടുണ്ട്. കാരണം ഡെമോക്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സന്തോഷിപ്പിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം കണ്ടുപിടിക്കുക. ഇതാണ് ഒരു MLA-ന്റെ കടുമയും ഉത്തരവാദിത്വം. ഇതൊന്നും ചെയ്യാണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, കൊള്ള ചെയ്യുക, അഴിമതിനെ കുറിച്ച് സംസാരിക്കേണ്ട, ശബരിമല കൊള്ള നടക്കുമ്പോൾ ഒന്നും പറയാണ്ട് ഇരിക്കുക. അപ്പോൾ വികസനവും ഇല്ല, വിശ്വാസികളെ സംരക്ഷിക്കാനും കഴിയുന്നില്ല. പിന്നെ SDPI പോലെ ജമാഅത്ത് പോലെ ഓർഗനൈസേഷന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുക. പിന്നെ എന്തിനാണ് MLA? പിന്നെ എന്ത് കാരണവശാലാണ് നമ്മൾ MLA ഇരുത്തുന്നത് അവിടെ? അപ്പോൾ അതെല്ലാം മാറ്റണം. ഈ ഇലക്ഷനിൽ വലിയൊരു മാറ്റം വരും, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം വരും. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് BJP ഒരു നല്ല ഓൾട്ടർനേറ്റീവാണ്. NDA വന്നാൽ ഒരു വലിയ മാറ്റം വരും, വികസനവും വരും എന്ന് അവർക്ക് ഒരു പുതിയൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ആ ജനാധിപത്യം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് വി ശിവൻകുട്ടി വീണ്ടും വോട്ട് ചോദിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. പ്രചാരണം അങ്ങനെ പുരോഗമിക്കുകയാണ്. ക്യാമറമാൻ മനോജിനോടൊപ്പം MS വീണ, തിരുവനന്തപുരം.